1996 ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഒരു കാർ പാർക്കിങ്ങിൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരു ചെറിയ പ്രദർശനം നടന്നു. പിന്നീട് 2000 മുതൽ 2004 വരെ ആദ്യം ഊദ് മേത്തയിലേക്കും പിന്നീട് അവിടെ നിന്ന് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലേക്കും ദുബായ് ഗ്ലോബൽ വില്ലേജ് വളർന്നു. ഷാരൂഖ് ഖാൻ അന്ന് ഗ്ലോബൽ വില്ലേജിലെത്തിയ ലക്ഷക്കണക്കിന് ആരാധകരെ ഇളക്കിമറിച്ചു. 2005 ഒരു ചെറിയ തീപിടുത്തം. ഈ ജൈത്രയാത്ര ഗ്ലോബൽ വില്ലേജ് തുടരും. ഓരോ വർഷവും ലക്ഷക്കണക്കിന് സന്ദർശകരെത്തുന്ന ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ വിജയരഹസ്യം എന്താണ്? ഗ്ലോബൽ വില്ലേജ് ആദ്യം തുടങ്ങിയത് എവിടെയാണ്? എന്തൊക്കെയാണ് ഗ്ലോബൽ വില്ലേജിലെ ആകർഷണങ്ങൾ? കാണാം. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഒരു കാർ പാർക്കിങ്ങിൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരു ചെറിയ പ്രദർശനം നടന്നു. കുറച്ച് രാജ്യങ്ങൾ അവരുടെ സംസ്കാരങ്ങൾ, കല എന്നിവ പ്രദർശിപ്പിക്കാനായി ചെറിയ ചെറിയ കിയോസ്കുകൾ. 50,000 ചതുരശ്ര മീറ്ററിൽ 5 ലക്ഷത്തോളം പേർ മാത്രം എത്തിയ ഒരു പ്രദർശനം. അതായിരുന്നു ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ തുടക്കം. 1997 ദുബായ് ക്രീക്കിൽ അന്ന് അവിടെ എത്തിയ ജനക്കൂട്ടത്തെ രാജസ്ഥാനിൽ നിന്നും ഒപ്പം മറ്റ് ദേശങ്ങളിൽ നിന്നും എത്തിയ കലാകാരന്മാർ രസിപ്പിച്ചു. ഗ്ലോബൽ വില്ലേജിന്റെ 2ാം പതിപ്പായിരുന്നു അത്. പിന്നീട് 2000 മുതൽ 2004 വരെ ആദ്യം ഊദ് മേത്തയിലേക്കും പിന്നീട് അവിടെ നിന്ന് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലേക്കും ദുബായ് ഗ്ലോബൽ വില്ലേജ് വളർന്നു. ഡച്ച് വിൻഡ്മിൽ മുതൽ ചാർമിനാർ വരെ 31 ലോക സംസ്കാരങ്ങൾ അണിനിരക്കുന്ന പ്രദർശനമായിരുന്നു 2004 നടന്നത്. $30 ലക്ഷത്തോളം പേരാണ് അന്ന് ആ പ്രദർശനത്തിലേക്ക് ഒഴുകിയെത്തിയത്. ദുബായ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനരികെയുള്ള ദുബായ് ലാൻഡിലേക്ക് ഗ്ലോബൽ വില്ലേജ് എത്തിയത് 2005 1,72,00,000 ചതുരശ്ര മീറ്ററിൽ ഒരു വലിയ തുടക്കം. പാർക്കിംഗ് ഉൾപ്പെടെ വിശാലമായ സൗകര്യങ്ങൾ, ഒപ്പം 90-ലധികം രാജ്യസംസ്കാരങ്ങൾ ഒരുമിക്കുന്ന ആഗോള ഗ്രാമം എന്ന വിളിപ്പേര് ഗ്ലോബൽ വില്ലേജിന് സ്വന്തമായി. അന്ന് തുടങ്ങിയതാണ് ഗ്ലോബൽ വില്ലേജിന്റെ UAEയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ 1ാം സ്ഥാനത്ത് എന്നുള്ള ഖ്യാതി പിന്തുടർന്നുകൊണ്ടുള്ള ഗ്ലോബൽ വില്ലേജിന്റെ യാത്ര അതെന്നും തുടരുകയാണ്. ഗ്ലോബൽ വില്ലേജിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നത് 2010-നെയാണ്. ഇന്ത്യൻ പവലിയനിൽ അപ്രതീക്ഷിതമായി എത്തിയ ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ അന്ന് ഗ്ലോബൽ വില്ലേജിലെത്തിയ ലക്ഷക്കണക്കിന് ആരാധകരെ ഇളക്കിമറിച്ചു. വർഷം നീണ്ട ഗ്ലോബൽ വില്ലേജിന്റെ ചരിത്രത്തിൽ വെല്ലുവിളികൾ ഉണ്ടായത് 2 തവണ. 2005 ഒരു ചെറിയ തീപിടുത്തം ഉടനെ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കി. പിന്നീട് 2018 ഒരു അപകടമുണ്ടായി. അതിനുശേഷമാണ് ഗ്ലോബൽ വില്ലേജിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്.
2020 ഗ്ലോബൽ വില്ലേജ് തുറന്നിട്ട് 25 വർഷം തികയുന്ന വർഷമായിരുന്നു 2020. പക്ഷേ കോവിഡ് ഗ്ലോബൽ വില്ലേജിന്റെ ആഘോഷങ്ങളിലും മാറ്റുകുറച്ചു. പക്ഷെ അതിനെ അതിജീവിച്ച് വളരെ പെട്ടെന്ന് തന്നെ സജീവമായി കോണ്ടാക്ട്ലെസ് പേയ്മെന്റുകൾ, നടപ്പാതകൾ, കിയോസ്കുകൾ. കോവിഡിനെ അതിജീവിച്ച് ഗ്ലോബൽ വില്ലേജിലെ ആഘോഷങ്ങൾ പൂർവാധികം ശക്തിയോടെ തുടർന്നു. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 30ാമത് പതിപ്പാണ് ഇത്തവണത്തേത്. ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങൾ തന്നെയാണ് ഇത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. തെരുവ് മാന്ത്രികന്മാർ മുതൽ സംഗീത കച്ചേരികൾ വരെ രുചിഭാഷ, സംസ്കാര വൈവിധ്യങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന ദുബായിയുടെ സ്വന്തം ഗ്ലോബൽ വില്ലേജ്. ഈ ജൈത്രയാത്ര ഗ്ലോബൽ വില്ലേജ് തുടരും.